സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഴുവൻ പ്രതികളും പിടിയിലായിട്ടുണ്ട്. പക്ഷേ ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ദുർബലമായിട്ടുള്ള വകുപ്പുകളാണ് എന്നാണ് സിദ്ധാർത്ഥിന്റെ കുടുംബം പറയുന്നത്. ഇവർക്കെതിരെ കൊലക്കുറ്റം ചുമത്തണം എന്നുള്ളതാണ് ഈ കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് നമുക്കൊപ്പം ചേരുകയാണ്. അച്ഛാ, ഈ മുഴുവൻ പ്രതികളും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. അപ്പോൾ കുടുംബത്തിന്റെ ആവശ്യം ഈ മുഴുവൻ പ്രതികളെയും പിടിക്കുക, അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് പിടിയിലായെങ്കിലും ഇവർക്ക് കൃത്യമായ ശിക്ഷ വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, മുഴുവൻ പേരും പിടിയിലായി എന്നറിഞ്ഞു. പിടിയിലായിട്ട് മാത്രം കാര്യമില്ല. അവർക്ക് പിന്നെ എന്ത് വകുപ്പുകളാണോ ഉള്ളത്, ഞാൻ അറിഞ്ഞിടത്തോളം അവർക്ക് ദുർബലമായ വകുപ്പുകൾ. ദുർബലം മീൻസ് അവർക്ക് ജാമ്യം കിട്ടി പുറത്തു പോകാം. പുറത്തു പോയിട്ട് പിന്നെ അവർ കേസ് പറഞ്ഞാൽ മതിയല്ലോ. നമുക്കത് പറ്റില്ല. കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള കേസ് അവർക്ക് കൊടുക്കണം. കൊലക്കുറ്റം ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളും, അത് പ്രേരണാക്കുറ്റവും കൊലക്കുറ്റവും എന്താണെങ്കിലും കൊടുക്കുക. അവർക്ക് ഒരു രീതിയിലും ജാമ്യം കിട്ടാത്ത രീതിയിലുള്ള കൊടുക്കുക. അത് കഴിഞ്ഞിട്ടേ അവർക്ക് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെയും ഞാൻ ഭയക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പം അന്വേഷണ ഉദ്യോഗസ്ഥൻ നല്ല ട്രാക്കിൽ കൂടെ ആയിരിക്കും ഇപ്പോൾ പോകുന്നത്. ഇതൊരു നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. കുറേ ദിവസം കഴിയുമ്പോഴേ അല്ലെങ്കിൽ നല്ല രീതിയിലാണ് പോകണമെന്ന് പറയുമ്പോഴേ ഒന്നുകിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റും, അല്ലെങ്കിൽ അന്വേഷണം വേറൊരാൾക്ക് കൊടുക്കും. അതാണ് നമ്മൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനത് നല്ല രീതിയിൽ ഭയപ്പെടുന്നു. കാരണം ആ സമയത്ത് നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ പുള്ളി നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരിക്കും. 18 പേരെയും പിടിച്ചു, ഓക്കെ, നല്ല കാര്യം. ഇനി ആൾക്കാർ കൂടുതലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം അവിടെ നിന്ന് ഡീബാർ ചെയ്ത ആൾക്കാർ 30ഓളം കുട്ടികളെ ഡീബാർ ചെയ്തെന്ന് പറയുന്നു. ഏതെങ്കിലും രീതിയിൽ കുറ്റം ഉണ്ടെങ്കിൽ 30 പേരെ ഡീബാർ ചെയ്യുള്ളൂ. ഒരു ദിവസത്തേക്കാണെങ്കിൽ ഒരു ദിവസം, സസ്പെൻഷൻ ആണെങ്കിൽ 10 ദിവസമാണെങ്കിൽ 10 ദിവസം. 30 പേര് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 30 പേരെയും പോലീസ് ഇനിയും ക്വസ്റ്റ്യൻ ചെയ്യണം. അപ്പോൾ കുറ്റക്കാരാണെങ്കിൽ അവരെ കൊണ്ടുവരണം. ഇത് മറ്റൊരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ കോളേജ് വൈസ് ചാൻസലറെ ഗവർണർ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡീൻ അടക്കമുള്ളവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ഈ സംസ്ഥാന സർക്കാർ ഇതിനോട് പലതരത്തിലാണ് പ്രതികരിക്കുന്നത്. ഇപ്പോൾ ഗവർണർ വേറെ രീതിയിൽ പെരുമാറി. അപ്പം അതിനോടൊക്കെ എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? ഇല്ല, ഗവർണർ ആ രീതിയിൽ പെരുമാറേണ്ട സാഹചര്യം കൊണ്ട് എത്തിച്ച സർക്കാരല്ലേ. ഗവർണർ ഇത്രയും ദിവസം വെയിറ്റ് ചെയ്തു. ഗവർണർ ചാൻസലറായി നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം സർക്കാർ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണം. ഇങ്ങനെ ആർക്കെതിരെ കുറ്റക്കാരാണെങ്കിൽ ഡീനാണെങ്കിൽ ഡീന്, വേറെ ആൾക്കാരാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 പേരുണ്ട്. നമ്മൾ പറഞ്ഞ പേരിൽ അവർ ആക്ഷൻ എടുക്കണ്ട, ഒരു അന്വേഷണം നടത്തണം. സർക്കാർ അത് ചെയ്തിട്ടില്ല. സർക്കാർ ചെയ്യുമോ ഇല്ലയോ എന്ന് ഇത്രയും ദിവസം നോക്കി നിൽക്കാത്തതുകൊണ്ട് ഗവർണർക്ക് കുറച്ച് നല്ല തൻ്റെ ഇടവും ധൈര്യവും പുള്ളി ആരെയും പേടിക്കില്ല. അതുകൊണ്ട് പുള്ളി അങ്ങ് സസ്പെൻഡ് ചെയ്തു. നല്ലൊരു കാര്യമാണ്. സസ്പെൻഡ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഡീനിനെ മാറ്റി നിർത്തുക. ഞാൻ പറയുന്നത് അന്വേഷണം തീരുന്നത് വരെ 2 or 3 വർഷമാവട്ടെ. അതിന് നിയമം എനിക്ക് കൂടുതൽ അറിയില്ല, എത്ര ദിവസം സസ്പെൻഷൻ നിർത്താൻ പറ്റിയ എത്ര ദിവസം എനിക്ക് കേട്ടണമെന്ന്. എൻ്റെ ഒരു ആഗ്രഹം പറയാണ്, ഈ കേസ് എന്ന് തീരുന്നു അന്ന് വരെ ഡീനിനെ പുറത്ത് നിർത്തുക. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സിദ്ധാർത്ഥിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ തന്നെ അതിനുശേഷം അവർ ഒരു വിശദീകരണവുമായിട്ട് രംഗത്ത് വന്നില്ല. നിങ്ങൾ കണ്ടിരുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനോട് എന്താണ് ഒരു പ്രതികരണം? ആ വിശദീകരണത്തിൽ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതൊരു പറഞ്ഞെന്ന്. അവർ പറയുന്നത് ഒറ്റ ദിവസമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. ഒരു കുട്ടി പറയുന്നത് അവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, ഒന്നും അവിടെ നടന്നിട്ടില്ല. അങ്ങനെ SFIക്കാർ അവൻ്റെ ആ രോഷം കാണണം, ആ സംസാരത്തിൻ്റെ ഡെലിവറി, ആ വോയിസ്, അതൊരു പറച്ചിലല്ല, ഒരു വരുത്തി തീർക്കലാണ്. അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അവസാനം അവൻ തന്നെ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളിത് കണ്ടിരുന്നോ? ഇല്ല, ഞാൻ ഞായറാഴ്ച രാത്രിയാണ് ഇവിടെ വന്നത്, ഞാൻ വീട്ടിലായിരുന്നു. അപ്പോൾ അതിനകത്ത് എന്താണ് ക്രെഡിബിലിറ്റി? അപ്പോൾ അതുപോലെ ഈ കുട്ടികൾ വേറെ ഏതോ സംഘടനയുള്ള അവരെ ടാഗ് ഇട്ടുകൊണ്ട് അവരിലൂടെ ഉള്ള ഫോട്ടോകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ അവിടെ ക്യാമ്പടിച്ച് ഈ കുട്ടികളെ കൊണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ 2 ദിവസത്തിനകത്താണ് ഇവരുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളവർക്ക് കുറച്ചുകൂടെ മേൽക്കൊയ്മ വന്നു എന്ന് തോന്നിയപ്പോഴാണ് ഇവർ പ്രതികരിച്ച് ഞങ്ങളെ കുറച്ചും കൂടെ ഡൗൺ ചെയ്യാനുള്ള പദ്ധതികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് വരുന്നത്. അപ്പം അവർ പറയുന്ന കാര്യങ്ങളിലൊന്നും ഇല്ല. ആ കുട്ടികൾ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, എല്ലാ കാര്യവും ഘടകവിരുദ്ധമാണ്. അവർ പറഞ്ഞിരിക്കുന്ന എല്ലാം തെറ്റായ കാര്യങ്ങളാണ്. കോളേജിൽ 3 ദിവസം എല്ലാ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി കണ്ടുപിടിച്ച കേസ് പോലും ഇവർ പറയുന്നത് അവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന്. അവിടെ ഇങ്ങനെ പിന്നെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ കിടക്കിയിരുന്നു, ഭയങ്കര സൗണ്ട് കേട്ടു മർദ്ദനത്തിൻ്റെ, അത് എന്നും ഇവിടെ നടക്കണോണ്ട് ശ്രദ്ധിച്ചില്ല. അപ്പം സ്ഥിരം അവിടെ ഇതിൻ്റെ അടി നടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൽ ഒരു കുട്ടിയെ അത് പ്ലാൻ ചെയ്തത് കൊണ്ട് അത് അങ്ങനെ ആയിപ്പോയി. അവർ നേരത്തെ തീരുമാനിച്ച് ചെയ്തതാണ്. അതുകൊണ്ട് അത് അല്പം കൂടുതൽ ചെയ്ത് ആ കുട്ടിയെ കൊല്ലേണ്ടി വന്നു. മറ്റുള്ളത് ദിവസം നടക്കണോണ്ട് ആരും ശ്രദ്ധിക്കില്ല. പോയി കഴിഞ്ഞ് അവനും അടി കിട്ടും. അതുകൊണ്ട് എല്ലാവരും കിടന്ന് ഉറങ്ങി. എന്നിട്ട് ഇവരെ കൊണ്ട് തന്നെ അത് പറയിക്കുന്നു. പിന്നെ കേസുമായിട്ട് നേരത്തെ ചോദിച്ചതുപോലെ ഞങ്ങൾക്കിപ്പോൾ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വകുപ്പുകൾ
ദുർബലമാണ്. 306 ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 304 ഇത് ഇങ്ങനെ തള്ളി, കൈകൊണ്ട് തള്ളി തടഞ്ഞു വെച്ചു, മർദ്ദിച്ചു, കൈകൊണ്ട് അടിച്ചു, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്കറിയാം, ഒരു പെറ്റി കേസ് പോലെയൊക്കെ ഊരിപ്പോവും മിക്കവാറും. അതേപോലെ പിന്നെ റാഗിങ് കേസും 306 നല്ലത് തന്നെയാണ്. അത് ഇട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് ആവശ്യമെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു ഗൂഢാലോചനയുണ്ട്. അതായത് ഈ കുട്ടിയെ ഇല്ലായ്മ ചെയ്യണമെന്ന് താല്പര്യത്തോടു കൂടി കുറേ പേര്, ഒന്നിൽ കൂടുതൽ ആളുകൾ, എത്ര 5 or 10 ആവട്ടെ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ആലോചിച്ചെടുത്ത ഒരു തീരുമാനമുണ്ട്. അതിന് ഒരു സംവിധാനം അവരൊരുക്കി. കാരണം അവനെ എവിടെയെങ്കിലും കൊണ്ടുവച്ച് അടിക്കണം എന്ന് എങ്ങനെ അവൻ അവിടെ എത്തിക്കും. അപ്പോൾ തിരിച്ചു വിളിച്ചു വെച്ചിട്ടുണ്ട്, ആൾ വിട്ട് അവനെ തിരിച്ചു വിളിച്ചു. എങ്ങനെ അടിക്കും എന്നുള്ളൊരു തീരുമാനം അവരുണ്ട്. അതിനുവേണ്ടിയുള്ള കമ്പി വടിയും മറ്റുള്ള കാര്യങ്ങളെല്ലാം കരുതി വെച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടി എവിടെ വെച്ച് നടപ്പിലാക്കും, അതാണ് കോളേജ് ഹോസ്റ്റലിനകത്ത് വെച്ച് നടപ്പിലാക്കി. ആ തീരുമാനം എല്ലാവരും കൂടെ നടപ്പിലാക്കി. അതിനൊരു വിചാരണ വന്നു. ആ വിചാരണയിൽ ഒരു തീരുമാനം പിന്നെയും അവർ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങനെ നടപ്പിലാക്കാം. അതാണ് വധശിക്ഷ. അവർ തീർച്ചയായിട്ടും കൊന്ന് കെട്ടിത്തൂക്കി. അപ്പോൾ കൃത്യമായി 302, 120B ഇതുപോലെയുള്ള എല്ലാ വകുപ്പുകളും അതിനകത്ത് നിലനിൽക്കും. അപ്പോൾ അത് കൃത്യമായിട്ടുണ്ടാവണം. ഇല്ല എങ്കിൽ മറ്റുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കും. കുടുംബത്തിന്റെ ആവശ്യം ഇതുതന്നെയാണ്. ഈ പിടിയിലായിട്ടുള്ള മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം ചുമത്തണം, അതോടൊപ്പം തന്നെ ഗൂഢാലോചന കുറ്റവും ചുമത്തണം എന്നുള്ള കാര്യം കൂടിയാണ് കുടുംബം ഉന്നയിക്കുന്നത്. അത് ചുമത്തിയില്ലെങ്കിൽ വീണ്ടും നിയമത്തിന്റെ വഴിയിൽ തന്നെ പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.